എൻ മകളെ, എന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തും. നീ ഉള്ളിലെ നിശബ്ദതയിൽ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിന്റെ ശ്വാസത്തിനടുത്തായി നിലകൊള്ളുന്നു. നിന്റെ ഹൃദയം ക്ഷീണിച്ചു നിശ്ചലമാകുന്ന വേളകളിൽ എന്റെ ആത്മശാന്തി ഒരു നീരുറ പോലെ നിനക്കുള്ളിൽ ഒഴുകുന്നു. നീ വഹിക്കുന്ന ഭാരങ്ങൾ നിന്റെതെന്ന് തോന്നിയാലും അവയെല്ലാം എന്റെ കരങ്ങളിൽ ഞാൻ സ്നേഹത്തോടെ താങ്ങിയിരിക്കുന്നു. നീ തളരാതിരിക്കേണ്ടതെന്നു എന്റെ കൃപ നിനക്കു മതിയാകുന്നു. നിന്റെ കണ്ണുകൾ കാണാത്ത വഴികളിലും ഞാൻ മുമ്പേ നടന്നിരിക്കുന്നു. നിന്റെ ആത്മാവ് വിങ്ങിക്കരയുന്ന രാത്രികളിലും എന്റെ സാന്നിധ്യം നിന്നെ ചുറ്റി ഒരു പ്രകാശവളയമായി നിലകൊള്ളുന്നു. ഇരുട്ട് നിന്റെ ചിന്തകളെ മൂടുവാൻ ശ്രമിക്കുമ്പോൾ എന്റെ വചനം നിനക്ക് ദീപസ്തംഭമായി തെളിയും. നീ വീണിടങ്ങളിൽ ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നീ തകർന്നിടങ്ങളിൽ ഞാൻ നിന്നെ പുതുക്കിപ്പണിയും. എൻ മകളെ, നീ ദുർബലമെന്നു കരുതുന്ന നിമിഷങ്ങളിലാണ് എന്റെ ശക്തി നിനക്കുള്ളിൽ പരിപൂർണമാവുന്നത്. നിന്റെ മുറിവുകളെ ഞാൻ ശപിക്കുകയില്ല, അവയെ ഞാൻ സ്പർശിച്ച് അനുഗ്രഹമാക്കും. നിന്റെ കണ്ണീരിന്റെ ഓരോ തുള്ളിയും എനിക്ക് വിലപ്പെട്ടതാണ്. നീ ഒറ്റയ്ക്കു കരഞ്ഞതെന്ന് തോന്നിയ എല്ലാ നിമിഷങ്ങളിലും ഞാൻ നിന്റെ അടുത്തിരുന്നു, നിന്റെ വേദന കേട്ടിരുന്നു. നിന്റെ ഹൃദയത്തിൽ ഭയം ഉയരുമ്പോൾ എന്റെ നാമം വിളിക്കൂ. കാറ്റ് അലറുന്ന സമുദ്രം പോലെയുള്ള ചിന്തകൾ ശാന്തമാകുന്നതു നീ കാണും. ഞാൻ നിന്റെ അഭയകോടയാണ്, നിന്റെ ആത്മാവിന്റെ ഉറച്ച പാറയാണ്. ലോകം മാറിയാലും മനുഷ്യരുടെ മനസ്സുകൾ വ്യത്യാസപ്പെട്ടാലും എന്റെ സ്നേഹം നിനക്കായി മാറുകയില്ല. അത് അനന്തമാണ്, അക്ഷയമാണ്, നിത്യമാണ്. നീ നിന്റെ കഴിഞ്ഞ കാലത്തെ ഓർത്തു ദുഃഖിക്കേണ്ടതില്ല. ഞാൻ നിന്റെ ഓരോ പിഴവിനുമപ്പുറം കരുണയായി നിലകൊള്ളുന്നു. പാശ്ചാത്താപത്തോടെ നീ എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിന്നെ അകറ്റുകയില്ല, ഞാൻ നിന്നെ ചേർത്തു പിടിക്കും. നിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് പുതിയ പ്രഭാതമായി മാറ്റും. എൻ മകളെ, നിന്റെ ജീവിതത്തിലെ കാലാവസ്ഥകൾ മാറും. ചില ദിവസങ്ങൾ പൂക്കൾ വിരിയും വസന്തം പോലെ ആയിരിക്കും, ചില ദിവസങ്ങൾ ഇലകൾ വീഴും ശിശിരം പോലെ ആയിരിക്കും. എന്നാൽ എല്ലാ കാലങ്ങളിലും ഞാൻ ഒരുപോലെ നിന്നോടൊപ്പം ഉണ്ടാകും. സന്തോഷത്തിൽ നീ എന്നെ മറക്കാതിരിക്കണം, ദുഃഖത്തിൽ നീ എന്നെ സംശയിക്കാതിരിക്കണം. നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് മധുരസുഗന്ധമാണ്. നീ വാക്കുകൾ കണ്ടെത്താതെ നിശബ്ദമായി ഇരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തിന്റെ ഭാഷ ഞാൻ കേൾക്കുന്നു. നീ ഉച്ചരിക്കാത്ത അപേക്ഷകളും എനിക്കറിയാം. സമയം തികയുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം നൽകും, ചിലപ്പോൾ സമാധാനമായി, ചിലപ്പോൾ വഴിതുറപ്പായി, ചിലപ്പോൾ കാത്തിരിപ്പിന്റെ അനുഗ്രഹമായി. നീ മറ്റുള്ളവർക്ക് സ്നേഹം പകരുമ്പോൾ എന്റെ ഹൃദയം നിനക്കുള്ളിൽ തെളിയും. ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ നീ ക്ഷമിക്കുമ്പോൾ എന്റെ കൃപ നിന്റെ ആത്മാവിൽ വർദ്ധിക്കും. നിന്റെ കരുണ എന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാകുന്നു. അതുകൊണ്ട് കടുപ്പം നിന്നെ പിടിക്കാതിരിക്കട്ടെ, സ്നേഹം നിന്നെ നയിക്കട്ടെ. എൻ മകളെ, നീ നിന്റെ മൂല്യം ലോകത്തിന്റെ അളവുകോലിൽ അളക്കരുത്. ഞാൻ നിന്നെ സൃഷ്ടിച്ചപ്പോൾ എന്റെ സ്നേഹത്തിന്റെ ശ്വാസം നിന്നിൽ ഊതിക്കൊടുത്തു. അതുകൊണ്ട് നീ അമൂല്യാണ്. ആരെങ്കിലും നിന്നെ നിരസിച്ചാലും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരെങ്കിലും നിന്നെ മറന്നാലും ഞാൻ നിന്നെ എന്റെ കയ്യിലെ രേഖകളിൽ കൊത്തിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ താമസമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന സമയത്തെപ്പോലെ നീ മറഞ്ഞിരിക്കുകയാണെന്ന് തോന്നും. എന്നാൽ അതേ സമയം തന്നെയാണ് വളർച്ചയുടെ രഹസ്യം നടക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കൂ, ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന വിളവ് സമൃദ്ധമായിരിക്കും. നീ വഴിതെറ്റിയെന്ന് തോന്നുമ്പോൾ എന്റെ ശബ്ദം നിനക്ക് ദിശയായിരിക്കും.